الحمد لله العزيز الحميد، والحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. قال كلا إن معي ربي سيهدين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله، وكونوا عباد الله إخوانا. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ടും തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ലവരായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യപാരമായ അനുഗ്രഹത്താൽ അല്ലാഹുവിലേക്ക് അവൻ ചേർത്തി പറഞ്ഞ ഷഹറുല്ലാഹിൽ മുഹറം, ആ പുണ്യമാസത്തിലെ അതിൻ്റെ ആദ്യ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഹറം മാസത്തിലെ ഏറ്റവും മഹത്തരമായ ദിവസം ആശൂറ അഥവാ മുഹറം 10 നമ്മിലേക്ക് നിഴലിട്ട് നിൽക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, മുഹറം 10 സംബന്ധിച്ചിടത്തോളം വലിയ ഹുറുമത്ത്, വലിയ പവിത്രത അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ദിവസമാണത്. ആ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധിക്കാരികളിൽ ഒരുവനെ നശിപ്പിച്ചത്. ആ മുഹറം 10 ഈ ഭൂമിയിൽ വലിയ അഹങ്കാരം നടിച്ചു നടന്ന ഒരുവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി കളഞ്ഞത്. അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചിരുന്ന, ഹുങ്ക് കാണിച്ചിരുന്ന ധിക്കാരിയായ ഒരു സ്വേച്ഛാധിപതിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്തെറിഞ്ഞ ദിവസമാണ് മുഹറം 10. അഥവാ ഫിർഔൻ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെയും അവന്റെ ആളുകളെയും ഒരൊറ്റ നിമിഷത്തിൽ ഒരൊറ്റ മനുഷ്യനെ നശിപ്പിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്ത് വിജയം ആഗ്രഹിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് സഹോദരങ്ങളെ, നമുക്ക് ഈ സംഭവത്തിൽ വലിയ പാഠങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ ധിക്കാരത്തിന്റെ ജീവിതമാണ് ഫിർഔൻ അവിടുന്ന് ജീവിച്ചു തീർത്തത്. പരിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഫിർഔനിന്റെ വാക്കുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അങ്ങേയറ്റത്തെ നിഷേധത്തിന്റെയും കുഫറിന്റെയും വാചകങ്ങളായിരുന്നു ഫിർഔൻ പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി കൊടുത്തതിനു ശേഷം ഫിർഔൻ പറയുന്ന വാചകങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ കാണാം. ആദിക്കാരി പറയുന്നു, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ്, മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല. ഞാനല്ലാതെ വേറൊരു ഇലാഹ് നിങ്ങൾക്കുള്ളതായിട്ട് എനിക്കറിയില്ല. മറ്റൊരു സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണ്, ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ, ഹേ മൂസ, ഈ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ അറിയാഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് അവന്റെ നിഷേധത്തിന്റെ ചോദ്യമാണത്. നോക്കൂ നിങ്ങൾ, മറ്റൊരിക്കൽ ഫിർഔൻ പറയുന്നു, അന റബ്ബുകുമുൽ അഅല, ഞാൻ തന്നെയാണ് ഉന്നതനായ റബ്ബ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ആയാത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അനവധി നിരവധി കണ്ടും മനസ്സിലാക്കിയിട്ടും അവന്റെ നിഷേധത്തിൽ തന്നെ ഫിർഔൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അവന്റെ ജനങ്ങളെ ഫിർഔൻ കബളിപ്പിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന് നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട്, ഇതാ ഞാൻ ഇലാഹാണ് എന്നതിനുള്ള തെളിവാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് അവനവന്റെ ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫസ്തഖഫ ഖൗമഹു ഫഅതാഉ, അവനവന്റെ ജനങ്ങളുടെ ബുദ്ധി അവനിട്ടിങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരുന്നു. അവരാകട്ടെ ഫഅതാഉ, അവനെ പിൻപറ്റിക്കൊണ്ടിരുന്നു. ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ, തീർച്ചയായും ഫിർഔനിന്റെ ആളുകൾ, ഫിർഔനിന്റെ ജനത അവർ തോന്നിയവാസികൾ തന്നെയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു.
തീർന്നില്ല സഹോദരങ്ങളെ. ആ ഫിർഔൻ എന്ന ധിക്കാരി അന്ന് ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ പ്രവാചകൻ കലീമുല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊച്ചാക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ കാണാം, ഫിർഔൻ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, വനാദാ ഫിർഔനു ഫീ ഖൗമി, ഫിർഔനിന്റെ ഖൗമിനിടയിൽ പ്രഖ്യാപിക്കുകയാണ്, യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ, എന്റെ ജനങ്ങളെ, ഈ മിസ്റിന്റെ ആധിപത്യം, ഈ ഈജിപ്തിന്റെ അധികാരം അതെനിക്കുള്ളതല്ലേ, അതെനിക്കുള്ളതല്ലേ? മാത്രമല്ല വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇതാ ഈ നദികൾ, ഈജിപ്തിലെ നൈലടങ്ങുന്ന നിരവധി നദികളുണ്ടല്ലോ, അത് എന്റെ കീഴിലൂടെയാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ഫിർഔൻ തുടരുന്നു, അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി ഫിർഔൻ പറയുകയാണ്, ഇതാ ഈ നിന്ദ്യനായ ഇവനേക്കാൾ ശ്രേഷ്ഠനല്ലേ ഞാൻ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കുകയാണ്, ഈ മഹീനായ നിലവാരമില്ലാത്ത ഇവനേക്കാൾ ഖൈറല്ലേ ഞാൻ. വലാ യകാദു യുബീൻ, മര്യാദക്ക് സ്ഫുടമായി സംസാരിക്കാൻ പോലും കഴിയാത്ത ഈ മൂസയേക്കാൾ ശ്രേഷ്ഠൻ ഞാനല്ലേ എന്ന് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ആ വാചകങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഫിർഔൻ എന്തുമാത്രം ധിക്കാരിയായിരുന്നു എന്നതിന്, എന്തുമാത്രം അഹങ്കാരിയായിരുന്നു എന്നതിന് വ്യക്തവും കൃത്യവുമാണ് ഈ കേട്ടുപോന്ന ആയത്തുകൾ. ഇത് മാത്രമല്ല, ഫിർഔനിന്റെ ധിക്കാരത്തിന്റെ ക്രൂരതയുടെ ചരിത്രങ്ങൾ നിരവധിയാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ധിക്കാരിയെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അവനെ നശിപ്പിച്ച ദിവസമാണ് മുഹറം 10 ദിവസം. നോക്കൂ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളുമായി കൊണ്ട് ആ നാട് വിടുവാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അങ്ങനെ യഥാ ഒരു രാത്രി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും കൂട്ടി പുറപ്പെട്ടു. അധികം വൈകിയില്ല, സ്വേച്ഛാധിപതിയായ ഫിർഔൻ ഈ വിവരമറിഞ്ഞു. ഫിർഔനിന്റെ സകല സൈന്യത്തെയും വിളിച്ചുകൂട്ടി സർവായുധ സജ്ജരായിക്കൊണ്ട് മൂസയെയും മൂസയുടെ ആളുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഫിർഔനും ഫിർഔനിന്റെ സൈന്യവും യാത്ര തിരിച്ചു. മൂസാ നബിയും അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാകട്ടെ ചെങ്കടലിന് മുന്നിലെത്തി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. എന്തുമാത്രം പ്രയാസകരമായിട്ടുള്ളൊരു ഘട്ടമാണത്. പിറകിൽ ഫിർഔനും കൂട്ടരും വരുന്നുണ്ട്, മുൻപിൽ ചെങ്കടലാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ, അവന്റെ കലാമിലൂടെ നമുക്ക് വിവരിച്ചു തന്ന സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഫലമ്മാ തറാഅൽ ജംആൻ, അങ്ങനെ ആ 2 ജംഅകൾ കണ്ടുമുട്ടാറായപ്പോൾ, ആ 2 സംഘങ്ങൾ കണ്ടുമുട്ടാറായപ്പോൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഘവും ഫിർഔനിന്റെ സംഘവും കണ്ടുമുട്ടാറായപ്പോൾ, ഖാല അസ്ഹാബു മൂസ, മൂസയുടെ കൂടെയുള്ള ആളുകൾ പറയുകയാണ്, മൂസ ഇനി രക്ഷയില്ല, മുൻപിലതാ ചെങ്കടലാണ്, അങ്ങോട്ട് പോയാൽ നമ്മൾ മുങ്ങിപ്പോകും. പിറകിലാകട്ടെ നമ്മെ വകവരുത്തുന്നതിനു വേണ്ടി വരുന്ന ഫിർഔനും സംഘവുമാണ്. അവരാകട്ടെ ക്രൂരന്മാരാണ്. യുദബ്ബിഹൂന അബ്നാഅക്കും, പിഞ്ച് കുഞ്ഞുങ്ങളെ അവരുടെ മാതാക്കളുടെ മുൻപിൽ വെച്ച് കഴുത്തറുത്ത് കൊല്ലുന്ന ആളുകളാണ്. നമ്മൾ പിടിക്കപ്പെട്ടു, നമുക്കിനി രക്ഷയില്ല മൂസ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെയുള്ള ആളുകൾ പറയാൻ. ഇന്നാല മുദ്റഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു മൂസ, ഇനി നമുക്ക് രക്ഷയില്ല. സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അവിടുന്ന് പതറിയില്ലല്ലോ. നമ്മൾ കേട്ടതാണ് അല്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? കല്ലാ, ഒരിക്കലുമില്ല, ഇന്ന മഇയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ നാഥനുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. നോക്കൂ നിങ്ങൾ, മരണങ്ങനെ മുന്നിൽ കണ്ട് നിൽക്കാൻ. മുന്നിൽ ചെങ്കടലാണ്, ബാക്കിൽ ഫിർഔനും ആളുകളുമാണ്.
അവിടെ പോലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാചകം ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ നാഥനുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്തൊരു വാക്കാണത്, എന്തൊരു മനോഹരമായ വിശ്വാസമാണത്, എന്തൊരു തവക്കുലാണത്. നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മുൻഗാമികളുടെ സ്വഭാവമായിരുന്നു അത്. അവർ പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ അല്ലാഹുവിൽ അചഞ്ചലമായ തവക്കുൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എന്തായിരുന്നു? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നുള്ളതാണ്. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ഉഹദ് കഴിഞ്ഞ് പരിക്കേറ്റ് പ്രയാസത്തിലിരിക്കവേ മുശ്രിക്കുകൾ അതാ വീണ്ടും നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞു. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, നിങ്ങൾക്കെതിരിലതാ അവർ വീണ്ടും സംഘടിച്ചിട്ടുണ്ട്. ഫഖ്ശൗഹും, നിങ്ങൾ പേടിച്ചോളൂ, നിങ്ങൾ ഭയപ്പെട്ടോളൂ എന്ന് പറയപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അവരെന്താണ് പറഞ്ഞത്? വഖാലു ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്, അവനാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ. അല്ലേ? അത് നമ്മുടെ മുൻഗാമികളുടെ മാർഗമാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നാലും റബ്ബന്റെ കൂടെയുണ്ട് എന്ന് അചഞ്ചലമായ വിശ്വാസം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിനടുക്കിലേക്ക് നടന്നെടുക്കുകയാണ്. അല്ലാഹുവിന്റെ വഹി വന്നു. ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹർ, മൂസക്ക് നാം വഹി നൽകി. അല്ലാഹ് പറഞ്ഞു, മൂസ നീ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ കടലിൽ അടിക്കണം. എന്താ സഹോദരങ്ങളെ സംഭവിച്ചത്? ഫൻഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, വെള്ളമതാ രണ്ടു ഭാഗത്തേക്ക് പർവ്വതം കണക്കെ ഉയർന്നു നിൽക്കുകയാണ്. അതിനിടയിലൂടെ അതാ സുന്ദരമായ വഴി രൂപപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, കടലിന് നടുവിൽ വഴി വരിക എന്ന് പറയുമ്പോൾ അവിടെ നനവുണ്ടാവും, ചിലപ്പോൾ ചവിട്ടിയാൽ താഴേക്ക് പോകും. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഉണങ്ങിയ സുന്ദരമായ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി അവിടെ സജ്ജീകരിച്ചു കൊടുക്കുകയാണ്. അവരതാ അതിലേക്ക് പ്രവേശിച്ചു, അവർ രക്ഷപ്പെട്ടു. പിന്നാലെ അതാ ഫിർഔനിന്റെ ആളുകളും അതിലേക്ക് പ്രവേശിച്ചു. എന്നാൽ കടലതാ പഴയതുപോലെയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ അഗ്റഖ്നൽ ആഖരീൻ, മറ്റവരെ നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു. അഥവാ ഫിർഔനിനെയും ഫിർഔനിന്റെ കൂട്ടരെയും നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഫിർഔൻ അഹങ്കരിച്ചിരുന്ന ഒരു കാര്യം നമ്മൾ ഓതി വെച്ചല്ലോ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇതാ ഈ നദികൾ ഒഴുകുന്നത് എന്റെ കീഴിലാണ് എന്ന് പറഞ്ഞ ഫിർഔനിന് നേർക്ക് മലവെള്ളപ്പാച്ചിൽ, വലിയ തിരമാലകൾ, വലിയ പർവ്വതം കണക്കെ തിരമാലകൾ അവന് നേരെ വരികയാണ്. അല്ലേ? ആ ധിക്കാരിയത അവിടെ മുങ്ങിച്ചത്തുപോവുകയാണ്. സഹോദരങ്ങളെ, ഈ മഹത്തായ സംഭവം നടന്നത് മുഹറം 10 എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിനുള്ള നന്ദി സൂചകമായി കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹറം 10 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നു. അപ്പോഴതാ അവിടെയുള്ള ആളുകൾ അവിടെയുള്ള യഹൂദരത അവര് ആശൂറയുടെ അന്ന് നോമ്പ് നോൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മഹാദ, ഇതെന്താണ്? അവര് പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇന്നൊരു നല്ല ദിവസമാണ്, ഇന്നൊരു നല്ല ദിവസമാണ്. എന്തുകൊണ്ടാണ് അത് നല്ല ദിവസം? ഇന്നത്തെ ദിവസം ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ, ഇന്ന് ബനൂ ഇസ്രായേലുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫസവമഹു മൂസ ശക്ര, അതുകൊണ്ട് തന്നെ നന്ദി സൂചകമായി കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുത്തിരുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ടാണ് അവർ നോമ്പെടുത്തിരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, എന്നാൽ നിങ്ങളെക്കാൾ മൂസയോട് അടുപ്പം എനിക്കാണ്, മൂസയോട് അടുത്തയാള് ഞാനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാമഹു വഅമറ ബിസിയാമി, അതുകൊണ്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുകയും നമ്മോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. നോക്കൂ സഹോദരങ്ങളെ, മൂസാ നബിയെ പിൻപറ്റാൻ ഏറ്റവും യോഗ്യൻ ഞാനാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഷ്ഠിച്ച നോമ്പ് അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. അതല്ലാതെ മൂസാ നബിയോടുള്ള ആദരവ് കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ച് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത് എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, മാത്രമല്ല അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ ആശൂറ നോമ്പിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിയാമു യൗമി ആശൂറ, ആശൂറയുടെ ദിവസത്തിലെ നോമ്പ് അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതല്ലതി ഖബ്ല, ആശൂറയുടെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്തൊരു വലിയ അവസരമാണ്. കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പിലൂടെ പുറത്തു തരുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, മുൻഗാമികൾ വലിയ ശ്രദ്ധ ഈ നോമ്പിന്റെ വിഷയത്തിൽ കാണിച്ചിരുന്നു. ഇബ്നു ശിഹാബ് അസ്-സുഹരി എന്ന മഹാനായ താബിഈ പണ്ഡിതൻ, അദ്ദേഹം യാത്രയിലാണെങ്കിൽ പോലും ഈ നോമ്പ് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. യാത്രയിലാണെങ്കിൽ പോലും ഈ നോമ്പ് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, റമദാനിലെ നോമ്പ് പോലും യാത്രയിലാണെങ്കിൽ ഇളവുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് യാത്രയിൽ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, റമദാനിലെ നോമ്പ് അതിനുശേഷവും എടുത്തു വീട്ടുവാനുള്ള അവസരമുണ്ട്, എന്നാൽ ആശൂറയുടെ നോമ്പിന് അങ്ങനെ ഒരു അവസരമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ ശ്രദ്ധ ഈ വിഷയത്തിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മുഹറം 10 നോമ്പനുഷ്ഠിക്കുവാൻ എല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. മുഹറം 10 മാത്രമല്ല, അതിനു തൊട്ടു മുൻപുള്ള ദിവസം അഥവാ തഅസുഅ എന്നറിയപ്പെടുന്ന മുഹറം 9 നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുഷ്ഠിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ മുഹറം 9 നോമ്പനുഷ്ഠിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 2 ദിവസത്തെ നോമ്പിൽ വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കണം. ഇനി ഒരാൾക്ക് മുഹറം 10 എടുക്കാൻ പറ്റുള്ളൂ, എന്നാൽ അന്ന് എടുത്താൽ മതി, മുഹറം 9 എടുത്തില്ല എന്ന് പറഞ്ഞ് ആശൂറയും എടുക്കാതെ വിടുന്നൊരു അവസ്ഥയുണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമദാൻ, റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നോമ്പുകൾ ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ആശൂറയുടെ ദിവസത്തെ നോമ്പ് പ്രത്യേകം ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മുഹറം 10 ചരിത്രം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു സംഭവമാണ് ഹിജറ 61 ഇതേപോലെ ഒരു ആശൂറയുടെ ദിവസത്തിൽ തന്നെയാണ് അള്ളാഹുവിന്റെ വിധി പ്രകാരം, അള്ളാഹുവിന്റെ ഖളാ പ്രകാരം മുസ്ലിമീങ്ങൾക്ക് വലിയ വേദനയുണ്ടായ ഒരു മരണം നടന്നത് അല്ലേ? പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലപാതകം നടന്നത് ഇതേപോലെ ഒരു ആശൂറയുടെ ദിവസത്തിലാണ്. കർബല എന്ന സ്ഥലത്ത് വെച്ച് അതിദാരുണമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ കൊലപാതകവും അതുപോലെ തന്നെ ആശൂറയുടെ ദിവസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്, അടിസ്ഥാനപരമായി യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? കാരണം അതിന്റെ പേരിൽ ധാരാളം ബിദ്അത്തുകൾ, ധാരാളം അനാചാരങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതും അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി കൊണ്ട് പുതിയ ഇബാദത്തോ അതല്ലെങ്കിൽ ദുഃഖാചാരണമോ ഒന്നും തന്നെ ഇസ്ലാമിലുള്ളതായി നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, പവിത്രമായ അള്ളാഹുവിലേക്ക് അള്ളാഹു ചേർത്തി പറഞ്ഞ ഈ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സായിക്കൊണ്ട്, ദുശകുനമായി കൊണ്ട് ചില ആളുകൾ അതാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, വീട് പണി തുടങ്ങാൻ പറ്റൂല,
അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, അതൊന്നും നല്ലതിൽ അവസാനിക്കൂല എന്നിങ്ങനെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ ചേർത്തി പറഞ്ഞ ഈ മഹത്തായ മാസത്തെയാണ് അവർ വികലമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇത്തരം ഷിയാക്കളുടെ പ്രവർത്തനങ്ങളുമായി ഇസ്ലാമിനൊരു ബന്ധവുമില്ല എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അവർ ചെയ്തത് വലിയ കുറ്റകൃത്യം തന്നെയാകുന്നു എന്നതാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ അക്രമമായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കർബലയിൽ വെച്ച് അവിടെയുള്ള ആളുകൾ ചെയ്തത് എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് എന്നാണ് അഹ്ലുസുന്ന എണ്ണുന്നത്. നോക്കൂ നിങ്ങൾ, ശുഹദാക്കൾ വേറെയുമില്ലേ ദീനുൽ ഇസ്ലാമിൽ? ബദറിൽ ഷഹീദായവർ, ഉഹദിൽ ഷഹീദായവർ, അവിടെ എവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഇങ്ങനെയൊരു ദുഃഖാചരണം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തവും കൃത്യവുമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഇന്ന് ഈ മുഹറത്തിന്റെ പേരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലും മറ്റിടങ്ങളിലുമെല്ലാം നടക്കുന്ന ബിദ്അത്തുകൾ, അതിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ, സ്വയം ദേഹം ഉപദ്രവിക്കൽ, സ്വയം ശരീരം കീറി മുറിച്ചുകൊണ്ടുള്ള ഇബാദത്തുകൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആളുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الإخوان والأخوات، أوصيكم وإياي ثانيا بتقوى الله وكونوا عباد الله إخوانا. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ലവരായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ യുനാദി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്തിൻ്റെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിളിച്ചു ചോദിക്കുമെന്നുള്ളതാണ്. അല്ലാഹു വിളിച്ചു ചോദിക്കും, ഐന ജീറാനി, ഐന ജീറാനി, എൻ്റെ അയൽവാസികളെവിടെ, എൻ്റെ അയൽപ്പക്കക്കാരെവിടെ? ആ സമയത്ത് മലായിക്കത്തുകൾ ചോദിക്കും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വമൻ യംബഗി അയ്യുജാവിറക്, ഞങ്ങളുടെ റബ്ബേ, നിന്റെ അയൽവാസിയാകുവാൻ ആർക്കാണ് സാധിക്കുക? ആർക്കാണ് നിന്റെ അയൽവാസിയാകുവാൻ സാധിക്കുക? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം, ഐന ഉമ്മാറുൽ മസാജിദ്, പള്ളികളെ പരിപാലിച്ചിരുന്ന ആളുകൾ എവിടെ? പള്ളികളുടെ വിഷയത്തിൽ ഇടപെട്ടിരുന്ന ആളുകൾ എവിടെ? പള്ളികളുടെ കാര്യങ്ങളിൽ അന്വേഷിച്ച് അതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന ആളുകൾ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു ചോദിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, പള്ളി പരിപാലനം വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ അയൽവാസികൾ എന്നാ പറഞ്ഞു. അള്ളാഹു വിളിക്കുന്നതാണ്, ഐന ജീറാനി, എൻ്റെ ജീറാൻ എവിടെ, എൻ്റെ അയൽവാസി എവിടെ എന്ന് അള്ളാഹു വിളിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കുമ്പോൾ റബ്ബിലേക്ക് അടുത്തു ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങളെ, പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ
പണ്ഡിതന്മാര് വിശദീകരിച്ചു, അതിന് 2 ഭാഗങ്ങളാണ്. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങളാണ്. അതിലൊന്നാമത്തത് പള്ളിയുടെ ആന്തരികമായ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ പള്ളിയിൽ ഒരുക്കുക എന്നുള്ളതാണ്. പള്ളി നല്ല വൃത്തിയായി സൂക്ഷിക്കുക, ഭൗതികമായി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇബാദത്തുകൾ കൊണ്ടും ദുറൂസുകൾ കൊണ്ടും പള്ളിയെ ജീവിപ്പിക്കുക എന്നുള്ളതാണ് പള്ളി പരിപാലനത്തിന്റെ 2ാമത്തെ ഭാഗം. നല്ല നല്ല ദർസുകൾ വെക്കുക, ക്ലാസുകൾ വെക്കുക, ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുക എന്നുള്ളതാണ് പള്ളി പരിപാലനത്തിന്റെ മറ്റൊരു ഭാഗം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 2 പള്ളി പരിപാലനത്തിന്റെ ഈ 2 വിഷയങ്ങളിലും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഇടപെടുവാൻ നമുക്ക് സാധിക്കണം. നോക്കൂ സഹോദരങ്ങളെ, ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. അള്ളാഹുവിന്റെ അത്യപാരമായ തൗഫീഖിനാൽ നമുക്കിവിടെ ഒരു പള്ളി ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും എല്ലാം ഈ പള്ളിക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പള്ളി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ആ പള്ളിയുടെ പരിപാലനത്തിൽ, അതിന്റെ വിഷയങ്ങളിൽ ഇടപെടുവാൻ സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഏതേതു രൂപത്തിലാണോ ആ രൂപത്തിൽ, സാമ്പത്തികമായിട്ടാണോ സാമ്പത്തികമായിട്ട്, ഏതേത് രൂപത്തിൽ ആ പള്ളി പരിപാലനവുമായി ഇടപെടാൻ സാധിക്കുമോ ആ മാർഗങ്ങൾ, ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം അത് വലിയ മഹത്തരമാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണങ്ങൾ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് മസ്ജിദുകൾ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങൾ അത് പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അത് അങ്ങാടികളാണ് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന് അത്രയേറെ പ്രിയപ്പെട്ട പള്ളിയുടെ സംരക്ഷണമാണ്, അതിൻ്റെ പരിപാലനമാണ് ഞാൻ നിർവഹിക്കുന്നത്, അതിൻ്റെ പരിപാലനത്തിലേക്കാണ് ഞാൻ എൻ്റെ സമ്പത്ത് കൊടുക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആ മേഖലകളിൽ ഇടപെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇമാം നബവി റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് അള്ളാഹുവിന് പള്ളികൾ പ്രിയപ്പെട്ടതായി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുകയാണ്, ലിഅന്നഹാ ബുയൂതു ത്വാഅത്ത്, അത് നല്ല നല്ല കാര്യങ്ങൾ മാത്രം നടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല വഅസാസുഹാ അല തഖ്വ, തഖ്വയാണ് പള്ളിയുടെ അടിത്തറ. പള്ളിയുടെ അടിത്തറ എന്ന് പറയുന്നത് തഖ്വയാണ്. മാത്രമല്ല അങ്ങാടികളാകട്ടെ, അള്ളാഹുവിന് വെറുപ്പുള്ള അങ്ങാടികളാകട്ടെ, ലിഅന്നഹാ മഹല്ലുൽ ഗിശ്ശി വൽ ഗിദാഇ വർ-റിബ, അതാകട്ടെ ചതിയുടെയും വഞ്ചനയുടെയും കളവിന്റെയും പലിശയുടെയും കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്ന, വാഗ്ദാന ലംഘനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങാടികളെന്ന് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. മസ്ജിദാകട്ടെ വൽ മസ്ജിദു മഹല്ലു നുസൂലിർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന ഇടങ്ങളാണ് പള്ളികൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദു ബൈതു കുല്ലി തഖിയിൻ, എല്ലാ മുത്തഖിയുടെയും വീടാണ് പള്ളി എന്നുള്ളതാണ്. എല്ലാ മുത്തഖിയുടെയും വീടാണ് പള്ളി എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി. അതിലൊരു വിഭാഗം എണ്ണിയത് എന്താണ്? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അവനൊരു മനുഷ്യൻ, ഒരു പുരുഷനാണ്. എന്താണ് അവന്റെ പ്രത്യേകത? ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അവന്റെ ഹൃദയം അത് പള്ളിയുമായി കെട്ടിയിടപ്പെട്ടതാണ് എന്നുള്ളത്. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളിയുമായിട്ടുള്ള വിഷയങ്ങളിൽ, പള്ളിയുടെ പരിപാലനത്തിന്റെ വിഷയങ്ങളിൽ അതിൽ നമ്മൾ വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിവിന്റെ പരമാവധി സാമ്പത്തികമായും ശാരീരികമായും എല്ലാം പള്ളിയുടെ വിഷയത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം ശ്രദ്ധിക്കുവാനും നാളെ പരലോകത്ത് അവന്റെ അയൽവാസികളായിക്കൊണ്ട്
ധാരാളം നന്മകൾ നേടിയെടുക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാന്യനായ നമ്മുടെ ഖത്തീബ് സുബൈർ മൗലവി, അദ്ദേഹത്തിൻ്റെ കാലിന് ചില പ്രയാസങ്ങൾ കാരണം ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗം പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പഴയ രൂപത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കൂടുതൽ ആഫിയത്തോടുകൂടി നിലകൊള്ളുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഖുർആൻ ക്ലാസിൻ്റെ വിഷയത്തിൽ വീണ്ടും വീണ്ടും ആ വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കണമെന്നുള്ളതാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ നാളെ പരലോകത്ത് ഖുർആനിനെ കൈയൊഴിഞ്ഞ വിഭാഗത്തിൽ നമ്മൾ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് നമ്മുടെ മസ്ജിദിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ കൃത്യമായി നമ്മുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ മക്കളുടെ മതപഠനത്തിൻ്റെ CRE ക്ലാസ്സുകൾ കൃത്യമായി നമ്മുടെ മക്കൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സഹോദരങ്ങളെ, ഈ അവസരങ്ങൾ ലഭിച്ചിട്ടും അത് നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ യഥാവിധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണം വരെ മുസ്ലിമായിക്കൊണ്ട് ഇസ്സത്തുള്ള മുസ്ലിമായിക്കൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين. اللهم ادخلنا الفردوس يا رب العالمين، اللهم ادخلنا الفردوس يا رب العالمين، اللهم ادخلنا الفردوس يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.